ഗസ യുദ്ധത്തിന് ഇന്ന് 2 കൊല്ലം തികഞ്ഞു. നിങ്ങൾക്കറിയാം, ഈജിപ്തിൽ മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ അവിടെ ചർച്ച നടക്കുകയാണ്. ചർച്ച വിജയമായാൽ ഗസയുടെ ആകാശത്ത് സമാധാനം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വി പി ജെയിംസ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് വി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. വി പി ജെയിംസ് ഈ അടുത്തിടെയായിട്ട് പുസ്തക വായനയിലേക്ക് കൂടി മടങ്ങി എന്ന് പറയുന്നു. നല്ല പുസ്തകങ്ങളെല്ലാം വായിക്കുന്നുണ്ടോ? പുസ്തക വായന എന്നുണ്ട് എസ്കെൻ, ഇപ്പൊ ഇത്തിരി തീവ്രമായിട്ടുണ്ട്. എന്താ കാര്യം? എല്ലാം വിജ്ഞാനപ്രദമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് അപ്പൊ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാ? ഇപ്പൊ വായിക്കുന്നത് അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകമാണ്. മനോഹരമായ പുസ്തകമാണ്. പുസ്തകത്തിന്റെ പ്രത്യേകത അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും വളരെ തീവ്രമാണല്ലോ. ഇത് വലിയ അടിയും പിടിയും നടക്കുമ്പോഴും മൈ മദർ ഈസ് മൈ ലവ് ആൻഡ് മൈ സ്റ്റോം എന്നാണ് ഇതിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ അരുന്ധതി റോയ് ഉപദ്രവിച്ചിരിക്കുന്ന അമ്മയാണ്. ആ അമ്മയെ തന്നെയാണ് അരുന്ധതി റോയും അവർ മരിച്ചു പോയിട്ടും ഉള്ളിൽ ഏറ്റവും സ്നേഹിക്കുന്നതും. വലിയ കോൺട്രഡിക്ഷൻസ് ഉള്ള ഒരു നോവലാണ്. ഒരുപക്ഷെ ഒരു നൊബേൽ ലിറ്റററി പ്രൈസ് വരെ കിട്ടാവുന്ന ഒരു നോവലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അരുന്ധതിയുടെ അമ്മ മേരി റോയ് അവർ വളരെ കർക്കശിയായ ഒരു സ്ത്രീയായിരുന്നു. കോട്ടയത്തെ പള്ളിക്കൂടം എന്നൊരു സ്കൂളൊക്കെ നടത്തുകയായിരുന്നു. ഞാൻ ഒരിക്കൽ ആ പള്ളിക്കൂടം എന്നുള്ള സ്കൂളിനെ കുറിച്ച് ഫീച്ചർ ചെയ്യാൻ വേണ്ടി കലാമതിക്ക് വേണ്ടി അവിടെ പോയി. വളരെ സ്നേഹത്തോടെ ബി പി വളരെ സ്നേഹത്തോടെ എന്നെ അങ്ങ് പറഞ്ഞയച്ചു. എനിക്കിതിലെങ്കിലും താല്പര്യമില്ല, വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം പറഞ്ഞ് മടങ്ങിപ്പോന്നു. വിജയകരമായ പിന്മാറ്റം. ഒരു കാര്യമുള്ളത് ഗാങ്സ്റ്റർ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഗാങ്സ്റ്റർ നമുക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടെ നമുക്കൊന്ന് ബി പി ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച തന്നെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു പുസ്തകം എഴുതണം. ഓക്കെ. അപ്പോൾ ബി പി ഇനി പീഡനത്തിന്റെ കഥ വിടാം. നമ്മളെ ഇപ്പൊ ഇന്ന് കൂട്ടക്കുരി തുടങ്ങിയതിന്റെ 2ാം കൊല്ലമാണ്. പറയും SKN. ഇന്ന് ഗസ യുദ്ധത്തിന് 2 വർഷം തികയാണ്. ഒപ്പം തന്നെ പറയേണ്ട കാര്യമുണ്ട്, ഗസ യുദ്ധം ഉണ്ടാവാൻ കാരണമായ തരത്തിൽ ഹമാസ് ഇസ്രായേലിൽ കയറി 5000 റോക്കറ്റുകളുമായി ആക്രമിക്കുകയും അവിടെ 1200 പേരെ വധിക്കുകയും 250 പേരെ ബന്ദികളായി കൊണ്ടുവരികയും ചെയ്തത് ഇതേ ദിവസം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ എത്ര വലിയ ക്രൂരതയാണ് ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷമായി ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 67,200ഓളം ആൾക്കാരാണ്, പലസ്തീനികളാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ 20,000-ലേറെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവരുടെ ചോരയാണ് ഒഴുകുന്നത് ആ ഗസയിലെ മണ്ണിലൂടെ. പക്ഷേ അവിടുത്തെ ഗസയുടെ മണ്ണ് അവരുടെ ചോരയിൽ ചുവന്നു കഴിഞ്ഞു എന്ന് പറയാം. സാധാരണ SKN ഈ പാബ്ലോ നെരൂദ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ഇളം വയലറ്റ് പുഷ്പത്തിൻ്റെ നിറമാണ് മരണത്തിൽ നിന്നാണ്. പക്ഷേ ഗസയിലെ മരണത്തിന് ഇളം വയലറ്റ് പുഷ്പത്തിൻ്റെ നിറമല്ല, ചുവന്ന ചോരയുടെ നിറമാണ്. അങ്ങനെയാണ് 2 വർഷം കടന്നുപോയത്. അതിനിടയിലാണ് ഒരു പക്ഷേ ട്രംപിൻ്റെ സമാധാന പദ്ധതി ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലും ഹമാസും നേരിട്ട് മുഖാമുഖമല്ല ചർച്ച. അതിനിടയിൽ ഈജിപ്തും ഖത്തറും മധ്യസ്ഥരായി നിൽക്കുന്നുണ്ട്. ആദ്യം അവർ ഹമാസിനോട് സംസാരിക്കുന്നു, അതിനുശേഷം ഇസ്രായേലിനോട് സംസാരിക്കുന്നു. രണ്ടുപേരും മുഖാമുഖം കാണുന്നില്ല, ശത്രുക്കളെ പോലെ തന്നെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ഈ ഹമാസിൻ്റെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് SKN ഓർക്കുന്നുണ്ടാവും. കഴിഞ്ഞ സെപ്റ്റംബറിൽ അവർ നേരിട്ട് ഇസ്രായേലെ ബോംബിട്ട് കൊല്ലാൻ ശ്രമിച്ച ഖലീൽ അൽ-ഖയ്യയുടെ നേതൃത്വത്തിലാണ് ഹമാസ് വന്നിരിക്കുന്നത്. ഹമാസിനെ തള്ളിപ്പറയുമ്പോഴും ഹമാസ് ഇല്ലാതെ ഒരു ചർച്ചയിൽ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും ട്രംപ് ഇതിനിടയിൽ ഓരോ മണിക്കൂറും പറയുന്നുണ്ട് ഉടനെ തീർക്കണം. വെള്ളിയാഴ്ച നൊബേൽ സമാധാന സമ്മാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇസ്രായേലും പാകിസ്ഥാനൊക്കെ ട്രംപിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു നിർണായക ദിവസമാണ്. എന്തായാലും ട്രംപ് സമാധാന സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മരിച്ചു വീഴുന്നത് എന്താ പറയുക, 10,000-കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ്. SKN ഇവിടെ ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോഴും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ പകലിൽ തന്നെ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 10 പാലസ്തീനികൾ കൂടിയാണ്. അപ്പോൾ മരണസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ തരം ചർച്ചകൾ നടക്കുന്നു. എന്തായാലും ലോക രാജ്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി വെടിനിർത്തൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം, ഇസ്രായേലിലെ ഭൂരിപക്ഷം ജനങ്ങൾ, ഗസയിലെ ജനങ്ങളും അതാണ് ആഗ്രഹിക്കുന്നത്. ബന്ദികളെ വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. 48 ബന്ദികളെ വിട്ടുകൊടുക്കാനുണ്ട്. അതിൽ 20 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അത് വിട്ടുകൊടുക്കുകയും ഇസ്രായേൽ സേന പിന്മാറുകയും ചെയ്യണമെന്നാണ് ആവശ്യം. 250 പാലസ്തീൻ തടവുകാരെ വിട്ടയക്കും. ഇസ്രായേലിനും ഈ ഹമാസ് മാറാതെ ഒരു കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ പാലസ്തീനി ടെക്നോക്രാറ്റുകൾ അതെങ്ങനെ ഏറ്റെടുക്കും? ഇതുമാത്രമല്ല, 10 ലക്ഷത്തോളം പാലസ്തീനികൾ വീടില്ലാതെ അലഞ്ഞു കിടക്കുകയാണ്. അവരെയൊക്കെ എങ്ങനെ പുനരധിവസിപ്പിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ സമാധാന പദ്ധതിയിൽ പറയുന്നില്ല SKN. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഈ 2 വർഷം തികയുമ്പോൾ
ഒരുപാട് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ക്രൂരതയുടെ പര്യായങ്ങളുടെ ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണിച്ച ഇതിലൊക്കെ പാക്കേജിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുപോലെ മനുഷ്യക്കുരുതി നടത്തിയ ഒരു യുദ്ധമുണ്ടായിട്ടില്ല. സ്ത്രീകളും കുട്ടികളുമാണ് ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചത്. ഹമാസോ അല്ലെങ്കിൽ അപ്പുറത്ത് ഇസ്രായേലി സുരക്ഷാ ഭടന്മാരും അല്ല കൂടുതലായിട്ട് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരാശിയുടെ മേൽ, അവരുടെ വിശ്വമാനവികതയുടെ മേലുള്ള ഒരു വലിയ അടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എസ്കേൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.